പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ വെജിറ്റബിൾ കറി ആയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ ഞാനിവിടെ 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വലിയ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയ ഉരുളക്കിഴങ്ങ് ഒരു 2 എടുത്തിട്ടുണ്ട്, ഒരു 3 സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതും കൂടി ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള പട്ടയും 2 ഏലക്കയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് ചേർത്താലും മതിയേ. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ആ ഒരു മസാലയ്ക്കകത്ത് കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പച്ചക്കറികൾ ഫുള്ള് ചേർത്ത് കൊടുക്കാം. സവോളയും ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലൊരു ചെറിയ കഷ്ണത്തിൽ, ചതുര കഷ്ണത്തിൽ നുറുക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒത്തിരി വലുതാകണ്ട. ഇത് നമ്മൾ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരും. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. ഫ്രോസൺ വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളർ മാറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറുതായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് ഒന്നിങ്ങനെ വഴണ്ട് വന്നാൽ മതി. കളറ് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു വെജിറ്റബിൾ കറിയുടെയും കളറങ്ങ് മൊത്തത്തിലങ്ങ് മാറിപ്പോവുകയും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ ഒരു പൊടിയും എല്ലാ കഷ്ണത്തിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നും അല്ല. അതിപ്പം നികക്കെ നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാമേ. 4 വിസിൽ അടിക്കുമ്പോഴേ ഉള്ളൂ ആ ഒരു ഗ്രീൻ പീസും കൂടി നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ആ ഗ്രീൻ പീസും എല്ലാം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തക്കാളി ചേർക്കാം, പക്ഷേ തക്കാളി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു ഫ്ലേവർ അങ്ങ് മാറിപ്പോവേ. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീയൊന്ന് മീഡിയത്തിലും സിമ്മിലും ആക്കി വെക്കണേ. പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയില ഇതിനകത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും വരുന്നത്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കൈച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും പൂരിക്കും ഇടിയപ്പത്തിനും എന്തിൻ്റെ കൂടെയും നല്ല കിടിലൻ കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് താളിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി എളുപ്പത്തിൽ റെഡിയായിട്ടുണ്ട്. താളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളി ചേർക്കുകയും ചെയ്യരുത്, എങ്കിലത് വേറെ ടേസ്റ്റായി പോവേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് തംബ്നെയിലിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുക്കണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.